Hi dears, welcome back to our channel Arus Mom. ഇന്ന് നമ്മൾ പെയിന്റ് ഇല്ലാതെ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട്. കളർ ബോട്ടിലില്ലേ അതേപോലത്തെ ബോട്ടിൽ നമുക്ക് പെയിന്റ് അടിക്കാണ്ട് അതിന് മാച്ച് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു ബോട്ടിൽ ആർട്ടാട്ടോ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട കേട്ടോ. എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അങ്ങനെ ആകുമ്പോൾ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ഇതേപോലെയുള്ള ഒരു ബിയർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഈ കളർ തന്നെയാട്ടോ, ഞാൻ പെയിന്റ് അടിച്ചൊന്നുമല്ല. നല്ല അടിപൊളി ഒരു ബ്ലൂ കളറാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൽ ഞാനിനി പെയിന്റൊന്നും അടിക്കുന്നില്ല, ഈ ഒരു കളറിൽ തന്നെ ഇരിക്കട്ടെ. അതിന് അതിൻ്റേതായ ഒരു ഭംഗി വേണമല്ലോ, അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവർക്കും പെയിൻ്റൊന്നും ഇല്ല, പെയിൻ്റൊക്കെ തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗം വരെ, ടോപ്പ് ഭാഗം തൊട്ട് അവിടം വരെ ഞാൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കണം. വൈറ്റ് കളർ ത്രെഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഒരു ബോട്ടിലായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വരെ ഒന്ന് ത്രെഡ് ചുറ്റിയെടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ നെക്ക് പോർഷൻ മാത്രമാണെങ്കിൽ അത്രയും മാത്രം ത്രെഡ് ചുറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ത്രെഡ് കയ്യിൽ ഇല്ല എങ്കിൽ അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പതിയെ നമ്മുടെ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെത് ചെറിയ ത്രെഡാണ്, കുറച്ച് അധികം വലിപ്പമുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചാക്കുനൂലൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതായാലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ നമ്മുടെ ബോട്ടിൽ ഇത്രത്തോളം ഭാഗം ത്രെഡൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലവറിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. എൻ്റെ മോൻ്റെ ഒരു പഴയ ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ബ്ലൂവിൻ്റെ കൂടെ ഈ യെല്ലോ കളർ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുക്കാൻ തന്നെ കാരണം. നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ മെഡിസിൻ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന ഈ ക്യാപ്പില്ലേ, ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുകയാണ്. അതിനുശേഷം അതെല്ലാം റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ചെറിയ വലുപ്പത്തിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു 20-25 എണ്ണം ഞാൻ ഇങ്ങനെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വലുതാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും വേണമെന്നൊന്നുമില്ല, ഒരു 15 എണ്ണമൊക്കെ മതിയാകും. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഒരെണ്ണം ഇങ്ങനെ എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഈ സെൻറ്ററിലോട്ട് ഈ സൈഡിൽ നിന്നൊക്കെ കൂടെ കൂട്ടിപ്പിടിക്കും. അപ്പോൾ അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നടുക്ക് ഇങ്ങനെ ഒട്ടിയിട്ട് എൻ്റെ പെറ്റൽസൊക്കെ ആയിട്ട് പോലെ ഒരു ഫ്ലവർ പോലെ വരും. ഇതേപോലെ തന്നെ അടുത്ത് എടുക്കുക, അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിങ്ങനെ കൂട്ടിപ്പിടിക്കുക. അപ്പോൾ അതൊരു ഫ്ലവറായിട്ട് വരും. ഇങ്ങനെ കാണുമ്പോൾ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും പിന്നെ അത് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. ബോട്ടിലൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ, അതെല്ലാം തന്നെ ഇതേപോലെ ഫ്ലവറാക്കി ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവറും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ എണ്ണം ഉണ്ട്, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല കുറേ മഞ്ഞപ്പൂക്കൾ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ബോട്ടിലാർട്ട് ചെയ്ത് ഈ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നത് ഒരു കണിക്കൊന്നയുടെ ഒരു കൊല എടുത്തിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ആ ഒരു ഫീലാണ് എനിക്ക് വന്നത്. കാരണം നല്ല മഞ്ഞപ്പൂക്കൾ നമ്മുടെ കണിക്കൊന്നപ്പൂ പോലെ തന്നെ ഇരിക്കണം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. പക്ഷെ ആ ഒരു വിഷുവിൻ്റെ ആ ഒരു ടൈമിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയാസ് ഒന്നും വന്നില്ല കേട്ടോ ചെയ്യാനായിട്ട്. ഞാൻ ഈ ഫ്ലവറൊക്കെ നമ്മുടെ ബോട്ടിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു കൊലയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണിക്കൊന്നയുടെ ഒരു കൊല പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഒട്ടിക്കുമ്പോഴാണ് കാണാനൊരു ഭംഗിയൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഫ്ലവറൊക്കെ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ കുഞ്ഞ് ബീഡ്സ് ഞാൻ ഈ സെൻറ്ററിൽ, ഈ ഫ്ലവറിൻ്റെ ഓരോന്നിൻ്റെയും സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ചും കൂടെ വലിപ്പമുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇനിയുള്ളത് വൈറ്റൊക്കെയാണ്. അപ്പോൾ പിന്നെ വൈറ്റ് മാച്ച് ആവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ റെഡ് ഈ ചെറുതായാലും ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക, കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഞാൻ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ ഇത് ഒട്ടിക്കഴിഞ്ഞാലോ കാണുമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ വേണമെങ്കിൽ അതെടുക്കാം. ഗ്ലൂ കണ്ടതിനെക്കാട്ടിലും നല്ലത് ഈ ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുന്നതാണ്. കുറച്ചും കൂടെ ഒരു ഫിനിഷിങ്ങും കിട്ടും. എല്ലാ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും ഇതേപോലെ ഈ ബീഡ്സ് ഒട്ടിച്ചെടുക്കുക കേട്ടോ.
ഇപ്പം നമ്മുടെ ബോട്ടിലിലെ ഫ്ലവറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് മോൻ്റെ ഉടുപ്പിൻ്റെ തന്നെ ഒരു സൈഡ് പോർഷൻ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിലിലെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കാണാനായിട്ട്? കാണിച്ചു തരാം കേട്ടോ, നല്ല ഭംഗിയായോ നിങ്ങൾ പറയണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.